ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ചിക്കൻ ബജിയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു 10-20 ചുവന്നുള്ളിയും ഒരു 10 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7 പച്ചമുളക്, കുറച്ച് വേപ്പില നല്ലപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് പൊടികൾ നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ കടലമാവും, 1.5 സ്പൂൺ കോൺഫ്ലവറും, 2 വലിയ ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ പേസ്റ്റ്, അതായത് ചുവന്നുള്ളി വെളുത്തുള്ളി ആ സംഭവം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ കുരുമുളക് പൊടിയും, കളറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1.5 സ്പൂൺ മസാലപ്പൊടിയും നമ്മളിതിലോട്ട് ചേർത്തു. നല്ല തിളച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് നമുക്കിത് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. ശേഷം നമ്മുടെ ചിക്കൻ്റെ പീസുകൾ നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് കനം കുറച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി ചേട്ടൻ്റെ വകയായിരുന്നു. ആളുടെ സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ ബജി. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്ക് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ മസാല എല്ലാതും ചിക്കൻ്റെ ഉള്ളിൽ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ്റെ കണ്ടില്ലേ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ചിക്കൻ പീസുകളിട്ട് അതങ്ങോട്ട് വറുത്ത് കോരാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ബജി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.